ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവം ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് എങ്ങനെ വെളിവാകുന്നു, അത് മുഖാന്തരം നമ്മളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഈ ആശയവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 13-ാം വാക്യം മുതലുള്ള ഭാഗമാണ് ചിന്തിക്കുന്നത്. ഇതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഖബറടക്കത്തിന് ശേഷം സ്വന്തം നാടായ എമ്മൗസിലേക്ക് മടങ്ങിപ്പോകുന്ന 2 ഡിസൈപ്പിൾസിനെ പറ്റിയാണ് പറയുന്നത്. ഈ 2 ഡിസൈപ്പിൾസ് വേദപുസ്തകം പറയുന്ന ഒരാൾ ക്ലിയോഫാസ് ആണ്, മറ്റേ ആളിൻ്റെ പേരോ ഐഡൻറ്റിറ്റിയോ വ്യക്തമാക്കിയിട്ടില്ല. ട്രഡീഷൻ പറയുന്നു ക്ലിയോഫാസ് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ പിതാവായ യോസേപ്പ് പിതാവിൻ്റെ സഹോദരനാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഡിസൈപ്പിള് ക്ലിയോഫാസിൻ്റെ ഭാര്യയായിരിക്കാമെന്നും പറയുന്നു. ട്രഡീഷൻ പറയുന്നതാണ് രണ്ടാമത്തെ വ്യക്തി ഭാര്യയായിരിക്കാമെന്ന്. അപ്പോൾ ഈ ക്ലിയോഫാസ് നമുക്കറിയാം യഹൂദനാണ്. എല്ലാ യഹൂദന്മാരും പെസഹ ആചരിക്കുവാനായി അതൊരു വലിയ ഉത്സവമാണ്. മോശയുടെ കാലത്ത് നമുക്കറിയാം ഇസ്രായേൽ ജനതയെ ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് യഹോവയായ ദൈവം രക്ഷപ്പെടുത്തിയതിൻ്റെ ഓർമ്മയാണ്. അവരെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള യഹൂദന്മാർ ഇത് ആഘോഷിക്കുവാനായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് വരും. അതുപോലെ തന്നെ ക്ലിയോഫാസും തൻ്റെ ഭാര്യയും ഈ പാസ് ഓവർ ആഘോഷിക്കുവാനായി യെരുശലേമിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയോഫാസിൻ്റെ സഹോദരനായ യോസേപ്പിൻ്റെ മകനാണ് യേശു. അൺഫോർച്ചുനേറ്റ്ലി പാസ് ഓവറൊക്കെ ആഘോഷിച്ചു ഇവർ. പക്ഷെങ്കിൽ തൻ്റെ അനന്തരവൻ ക്രൂശീകരിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞ് ശവശരീരത്തിൽ സുഗന്ധ ലേപനങ്ങളൊക്കെ പുരട്ടുവാനായിട്ട് ചെന്ന ആൾക്കാർ മനസ്സിലാക്കിയത് അവിടെ ശവശരീരമില്ല. അപ്പോൾ ഈ ഒരു വിഷമത്തിലാണ് ക്ലിയോഫാസും ഭാര്യയും തങ്ങളുടെ സ്വന്തം നാടായ എമ്മൗസിലേക്ക് മടങ്ങിപ്പോകുന്നത്. എമ്മൗസ് എന്ന് പറയുന്നത് 7 മൈൽ ദൂരമാണ്, അതായത് 12 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ. അവർ മടങ്ങിപ്പോകുന്ന സമയത്ത് കൂടെ മൂന്നാമതൊരു വ്യക്തി കൂടെ കൂടുന്നു, യാത്രയിൽ ഇവരോടൊപ്പം നടക്കുന്നു. ഇവർ ഒപ്പം നടക്കുന്ന ഉടനെ ക്ലിയോഫാസും ഭാര്യയും യെരുശലേമിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഇവർ വിഷമത്തോടെ അയവിറക്കുകയാണ്. അപ്പം ഈ 3 പേരും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടെ നമുക്ക് ആദ്യമേ മനസ്സിലാകുന്നത് ക്ലിയോഫാസും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യയും 2 പേരും വിഷമത്തിലാണ്, ഈ സംഭവങ്ങളുടെ ഓർത്ത് വിഷമിക്കുന്നു. രണ്ടാമതായി യേശുക്രിസ്തു പറയുന്നു, യേശുക്രിസ്തു ചോദിക്കും, നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഇവർ ഇച്ചിരി ദേഷ്യത്തോടെയും അമർഷത്തോടെയും പറയുന്നത്, നിങ്ങൾക്ക് യെരുശലേമിൽ നിന്നല്ലേ വരുന്നത്, അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ലേ? അതിനുശേഷം ഇവർ അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നു, ഞങ്ങളെല്ലാവരും ഒരു വലിയ പ്രോഫറ്റായിട്ട്, പ്രവാചകനായിട്ട് കരുതിയിരുന്ന വ്യക്തി, ദൈവത്തിൻ്റെ മഹാപ്രവർത്തികൾ ഈ ലോകത്ത് ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനെയാണ് ഈ റോമാ സാമ്രാജ്യവും പരീശന്മാരും കൂടി ക്രൂശിൽ കയറ്റിയത് എന്ന് പറയുന്നു. അതിനുശേഷം ഇവർ പറയുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ഇദ്ദേഹം ഞങ്ങളുടെ മശിഹായാണ്, ഇസ്രായേൽ ജനതയെ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് വരുന്ന മശിഹ ആണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അപ്പം ഒരു പ്രോഫറ്റാണ്, ഒരു മശിഹയാണ്, ഈ 2 കാര്യങ്ങൾ ഇവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഇവർ ദൈവമാണ് എന്ന് ക്ലിയോഫാസും ഭാര്യയും വിശ്വസിച്ചിരുന്നില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഇത് പറഞ്ഞപ്പോൾ നമുക്കറിയാം, വേദഭാഗം പറയുന്നു യേശു ഈ 2 പേരുടെയും കണ്ണ് അടച്ച് വെച്ചിരിക്കുകയായിരുന്നു. മൂന്നാമത് പോകുന്ന യേശു ക്രിസ്തുവിനെ കണ്ണിൻ്റെ കാഴ്ചയിൽ കൂടി, അല്ലെങ്കിൽ ഇന്നർ ഐയിൽ കൂടി ഇത് ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ, യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. അത് യേശു ക്രിസ്തു തന്നെ ഇവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കൊടുത്തിരിക്കുകയായിരുന്നു. ആ രീതിയിലുള്ള കാഴ്ച നഷ്ടപ്പെടുത്തി കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കേട്ട യേശു ക്രിസ്തു പ്രോഫറ്റായിരുന്നു, മെസ്സയ്യ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഇവരുടെ പറയുന്നു, നിങ്ങളെന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? അതിനുശേഷം മോശ മുതലുള്ള പ്രവാചകന്മാർ ഈ നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ കൂടെ മൊത്തം പറഞ്ഞിരിക്കുന്നത്
ഈ യേശു ക്രിസ്തു വരും, ക്രൂശീകരിക്കപ്പെടും, മരിക്കും, അടക്കപ്പെടും, മൂന്നാം ദിവസം ഉയർത്തെണീക്കുകയും ചെയ്യും. അതിനുശേഷം മഹത്വത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. ഇത് തന്നെയല്ലേ സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ആദ്യം മുതലുള്ള സ്ക്രിപ്റ്റേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർക്ക് കൊടുക്കും. എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ അർത്ഥം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇവിടെ ഞാനൊന്ന് പോസ് ചെയ്യുവാണ്. നമ്മൾ ഇതിനകത്തുനിന്ന് ചിന്തിക്കാനുള്ളത്, അന്ന് യേശു ക്രിസ്തു ഇവരുടെ കൂടെ നടന്ന് ഈ വേദഭാഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സമയത്ത് യേശു ക്രിസ്തു നമ്മോടൊപ്പം ഇല്ലാത്തപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വേദപുസ്തകം വായിക്കുന്നവരെ നമുക്ക് വേദഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആരാണ്? പല തിയോളജിയൻസും പറയുന്നത് ഈ മൂന്നാമത് ഇവരുടെ കൂടെ നടന്ന യേശു ക്രിസ്തു. നമുക്ക് മുഖം കാണില്ല, പക്ഷെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും, മനസ്സിലാക്കുവാൻ സാധിക്കും. അതാരാണ്? അപ്പോൾ ഈ മൂന്നാമത് വന്ന വ്യക്തി യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുന്നോടിയായിരുന്നു എന്ന് പല തിയോളജിയൻസും പറയുന്നു. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കൂടെ നടക്കുന്ന, അദൃശ്യമായിട്ട് കൂടെ നടക്കുന്നതും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായ, അതുപോലെ തന്നെ വേദഭാഗങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും നമ്മളെ ശക്തീകരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധ റൂഹ ആണ്. റൂഹയുടെ ഒരു മുന്നോടിയായിരുന്നു അന്ന് യേശു ക്രിസ്തു ഇവർക്ക് ക്ലിയോഫാസിനും ഭാര്യയ്ക്കും വെളിവാക്കി കൊടുത്തതെന്ന് തിയോളജിയൻസിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവർ യാത്ര തുറന്നതിന് ശേഷം എമ്മൗസിലെത്തുന്നു. അപ്പോൾ രാത്രിയായി. ക്ലിയോഫാസും ഭാര്യയും അവരുടെ ഗ്രാമത്തിലേക്ക് കടക്കുന്നു. യേശു ക്രിസ്തു യാത്ര തുടരുന്നതായിട്ട് ഭാവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ക്ലിയോഫാസും ഭാര്യയും പറയുന്നു, ഈ രാത്രിയായി, ഇനിയിപ്പം ഞങ്ങളുടെ കൂടെ കഴിയാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം അവർ സാധാരണ പോലെ യഹൂദന്മാർ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനിരുന്നു. യേശു ക്രിസ്തു അപ്പം എടുത്തു, വാഴ്ത്തി, അതിനുശേഷം മുറിച്ച് ഇവർക്ക് കൊടുത്തു. ക്ലിയോഫാസും ഭാര്യയും അത് മേടിച്ച് കഴിക്കുമ്പോൾ അപ്പോഴാണ് ഇവരുടെ കണ്ണു തുറക്കുകയും ഈ മുന്നേ ഇരിക്കുന്നത് യേശു ക്രിസ്തു ആണെന്ന് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ യേശു ക്രിസ്തു അപ്രത്യക്ഷനാകുന്നു. ഇത് അറിഞ്ഞ ക്ലിയോഫാസും ഭാര്യയും ഇത് യേശു ക്രിസ്തു ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അത്രയും നേരം ഇവർ വിചാരിച്ചിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ കബറെടുത്തെങ്കിൽ ശവശരീരമില്ല, അതാരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കാം എന്നുള്ള വിഷമത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി, യേശു ക്രിസ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെണ്ണീറ്റു, സ്വർഗത്തിലേക്ക് കയറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഹീസ് ബീൻ ഗ്ലോറിഫൈഡ്. അപ്പം ഇത് മനസ്സിലാക്കി ഇവർക്ക് ഈ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. യേശു ക്രിസ്തു ഇവർക്ക് വാഗ്ദത്തം കൊടുത്ത കാര്യം, ഞാൻ മരിക്കും, മൂന്നാം ദിവസം ഉയർത്തെണീക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ആ വാഗ്ദത്തം ഓർമ്മ വരികയും ഇത് യഥാർത്ഥത്തിൽ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു യേശു ക്രിസ്തു എന്ന് മനസ്സിലാവും. ഉടൻ തന്നെ രാത്രിയാണെന്ന് വകവെക്കാതെ തന്നെ ഇവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി ബാക്കിയുള്ള പ്രധാന ശിഷ്യന്മാരെ 11 പേരെയും കാണുകയും അവരുടെയൊക്കെ ഈ സാക്ഷ്യം പറയുകയും ചെയ്തു. വേറെ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ പോസ് ചെയ്യുവാണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ തിരുശരീരം ഭക്ഷിച്ചപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് യേശു ക്രിസ്തുവാണ് എന്ന്. സഭ പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ കുർബാനയ്ക്ക് ശേഷം ഭക്ഷിക്കുന്ന തിരുശരീര രക്തങ്ങൾ, അതിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. ഇത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് പറയുന്നു. അതായത് അപ്പം ഭക്ഷിച്ചപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലായത്. അപ്പത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മടങ്ങിപ്പോയ ഇവർ ജീവിതം കംപ്ലീറ്റായിട്ട് മറിയപ്പെടുന്നു. വിശ്വാസത്തിലേക്ക് ഇവർ കടന്നു വരുന്നു. ക്ലിയോഫാസ് പിന്നീട് അറിയപ്പെടുന്നത് എമ്മൗസിൽ വെച്ച് തന്നെ അദ്ദേഹം വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നു. ഹി ഈസ് ബിക്കം എ മാർട്ടിയർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും ഒരേപോലെ ഓർക്കുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ അവസാന ഭാഗത്തായിട്ട് ആണ് സെയിൻറ്റ് ക്ലിയോഫസിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം നേരെ തകിടം മറിഞ്ഞ് വേറെ രീതിയിലാകുവാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ഒരു എൻകൗണ്ടർ അത് മാത്രം മതി. അപ്പോൾ
ഇത് മറ്റൊരു ഉദാഹരണമാണ്. എങ്ങനെയാണ് ദൈവം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. അങ്ങനെ അവരുടെ ജീവിതം കംപ്ലീറ്റായിട്ട് മാറി ദൈവത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എങ്ങനെയാണ് മനുഷ്യന് സാധിക്കും, എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ദൈവം ഓരോ സാഹചര്യം ഒരുക്കുന്നത് എന്നുള്ളത്. നമുക്കും അങ്ങനെ ദൈവത്തെ അനുഭവിക്കുവാനും ദൈവം നമ്മുടെ കർത്താവും രക്ഷിതാവും നാഥനുമാണ് എന്ന് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.